എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് HVAC സിസ്റ്റത്തിലെ സൂപ്പർ ഹീറ്റും അതുപോലെ തന്നെ സബ് കൂളിങ്ങും എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, വളരെ സിമ്പിളായിട്ട് തന്നെയുള്ളൊരു റെഫ്രിജറൻറ്റ് സൈക്കിളിൻ്റെ ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, ഇവാപ്പറേറ്റർ ഇത്രയാണ് അടങ്ങിയിരിക്കുന്നത്. അതായത് കംപ്രസറിൽ നിന്നും ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും വരുന്ന വേപ്പർ റെഫ്രിജറൻറ്റ് കണ്ടൻസറിലോട്ട് കടക്കുകയും ഈ കണ്ടൻസറിലോട്ട് കടക്കുന്ന സമയത്ത് അവിടെ ആ ഒരു ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്നു. അതായത് മോട്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ വാട്ടർ ഉപയോഗിച്ച് ആ ഒരു ഹീറ്റിനെ പുറന്തള്ളുന്നു. ആ ഒരു ഭാഗത്ത് ഹീറ്റ് റിജക്റ്റ് ആവുന്ന സമയത്ത് അവിടെ ബിലോ ബോയിലിംഗ് പോയിൻറ്റിലോട്ട് വരുന്നു. അതായത് ആ ഒരു സ്റ്റേജിനെ പറയുന്ന പേരാണ് സബ് കൂളിംഗ്. ഈ സബ് കൂളിംഗ് എന്ന് പറയുമ്പോൾ ബിലോ ബോയിലിംഗ് പോയിൻറ്റ് ആ കണ്ടൻസറിൽ നിന്നും തിരിച്ച് ഇറങ്ങി വരുന്ന റെഫ്രിജറൻറ്റ് ലിക്വിഡ് പ്ലസ് വേപ്പർ ആയിരിക്കും. പിന്നീട് അങ്ങോട്ടുള്ളൊരു പ്രോസസ്സിനെ നമുക്കൊരു 60-40 അങ്ങനെ കണക്കാക്കാം. അതായത് ഒരു 60% വേപ്പർ, 40% ലിക്വിഡും ആയിരിക്കും. പിന്നീട് ഇത് എക്സ്പാൻഷൻ വാൽവിലോട്ട് കിടക്കുകയും അവിടെ ഒരു 90-10 എന്നുള്ള രീതിയിലോട്ട് മാറും. അതായത് ഒരു 90% ലിക്വിഡും 10% വേപ്പറും ആയിരിക്കും. പിന്നീട് ഈ ഒരു ലിക്വിഡ് റെഫ്രിജറൻറ്റ് നേരെ കൂളിംഗ് കോയിൽ അഥവാ ഇവാപ്പറേറ്ററിലോട്ട് പോവുകയും അവിടെ നടക്കുന്ന ആ ഒരു സ്റ്റേജാണ് സൂപ്പർ ഹീറ്റ്. അതായത് റൂമിലുള്ള വോം എയറിനെ അബ്സോർവ് ചെയ്ത് കൂൾ എയറായിട്ട് തിരിച്ച് ഡിസ്ചാർജ് ചെയ്യുന്നു. ഈ ഒരു സമയത്ത് കൂളിംഗ് കോയിലുള്ള ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഹീറ്റ് ആവുന്നു. അതായത് ആ എബോ ബോയിലിംഗ് പോയിൻറ്റിലോട്ട് മാറുകയാണ്. അതിൻ്റെ ആ ഒരു ഹീറ്റ് ഇൻക്രീസ് ആവുകയാണ്. ഹീറ്റ് ഇൻക്രീസ് ആകുമ്പോൾ എന്താ ചെയ്യും, തിരിച്ച് വീണ്ടും അത് വേപ്പറായിട്ട് തന്നെ കംപ്രസറിലോട്ട് പോവുകയാണ്. ആ ഒരു സ്റ്റേജിനെ, അതായത് ആ ഒരു കൂളിംഗ് കോയിൽ നടക്കുന്ന ആ ഒരു സ്റ്റേജാണ് സൂപ്പർ ഹീറ്റ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക.